ഹലോ നീറ്റ് ആസ്പിരൻസ്, നിങ്ങളുടെ 2026 നീറ്റ് പ്രിപ്പറേഷൻസ് ഒക്കെ എവിടെ എത്തിയടാ? സോ നമുക്ക് ഒരുപാട് ക്വസ്റ്റ്യൻസ് ചെയ്ത് പഠിക്കേണ്ട സമയമല്ലേ? സോ നമ്മൾ ഈ സെഷനിൽ ചെയ്തെടുക്കാൻ പോകുന്നത് ഹ്യൂമൻ റീപ്രൊഡക്ഷനിൽ നമുക്ക് ഗാമറ്റോജെനസിസ് പറഞ്ഞ ടോപ്പിക് ഉണ്ട്. എപ്പോഴും എല്ലാ വർഷവും ആ ഭാഗത്തുനിന്ന് നമ്മളെ നീറ്റ് എക്സാമിന് ഷുവർ ആയിട്ട് നമുക്ക് അവിടുന്ന് ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്. സോ നമുക്ക് ആ ഭാഗത്തുള്ള പ്രീവിയസ് ക്വസ്റ്റ്യൻസ് കാര്യങ്ങളും ആ തിയറി കാര്യങ്ങളും പഠിച്ചെടുത്താലോ? അവിടെയുള്ള ആ സ്പെർമാറ്റോജെനസിസും ഊജെനസിസ് ആ രണ്ട് കോൺസെപ്റ്റും ഇമ്പോർട്ടന്റ് അല്ലേ? സോ നമുക്ക് ഗാമറ്റോജെനസിസിൽ നമ്മൾ അല്ലെ സ്പേം ഫോർമേഷൻ പഠിക്കുന്നുണ്ട്, ഒരു ഓവം ഫോർമേഷൻ പഠിക്കുന്നുണ്ട്. ദാറ്റ് ഈസ് സ്പെർമാറ്റോജെനസിസ് ആൻഡ് ഊജെനസിസ് എന്നൊക്കെ പറയും. സോ ക്വസ്റ്റ്യനിലൂടെ നമുക്ക് അതിന്റെ തിയറിയിലേക്ക് പോവാം. സോ 2022 നമ്മൾ നീറ്റ് എക്സാമിന് ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്, വിച്ച് ഓഫ് ദി ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ് ആർ ട്രൂ ഫോർ സ്പെർമാറ്റോജെനസിസ് ബട്ട് ഡു നോട്ട് ഹോൾഡ് ട്രൂ ഫോർ ഊജെനസിസ്? സ്പെർമാറ്റോജെനസിസിന് ആ സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആവണം, പക്ഷെ ഊജെനസിസിന് കറക്റ്റ് ആവരുത്. കുറച്ച് കുഴപ്പിക്കുന്ന ക്വസ്റ്റ്യൻ തന്നെയാണല്ലേ? സോ സ്പേം ഫോർമേഷനും ഓവം ഫോർമേഷനും തമ്മിലുള്ള വ്യത്യാസം മനസ്സിലാക്കിയാൽ മാത്രമല്ലേ നമുക്ക് ഈ ക്വസ്റ്റ്യൻ ആൻസർ പറയാൻ പറ്റുള്ളൂ. സോ നമുക്ക് എന്ത് ചെയ്യാം? നമ്മുടെ NCERT ടെക്സ്റ്റ് ബുക്കിൽ നമുക്ക് സ്പേം ഫോർമേഷന്റെയും ഊജെനസിസ് ഓവം ഫോർമേഷന്റെ കറക്റ്റ് സ്റ്റെപ്പ് വൈസ് നമുക്ക് കൊടുത്തിട്ടുണ്ട്. നമുക്കറിയാം, ഇമ്മച്ചുർ ആയിട്ടുള്ള മെയിൽ ജേം സെല്ലിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? സ്പെർമാറ്റോഗോണിയ എന്ന് വിളിക്കുക. ശരിയല്ലേ? എല്ലാ ജേം സെല്ലും ഡിപ്ലോയിഡ് ആണ്. സോ സ്പെർമാറ്റോഗോണിയ എന്താണ്? ഡിപ്ലോയിഡ് ആണ്. 2n ആണ്. 46 ആണ് ക്രോമസോം വരിക അല്ലേ? എന്താണ് സ്പേം ഫോർമേഷന്റെ പ്രത്യേകത? എന്റെ മക്കൾ പറ. സ്പേം ഫോർമേഷൻ മെയിൻ ആയിട്ട് തുടങ്ങുന്നത് എവിടെയാണ്? പ്യൂബർട്ടിന്റെ സമയത്തല്ലേ? ഇറ്റ് ബിഗിൻസ് അറ്റ് പ്യൂബർട്ടി. പിന്നെ ഒരു കണ്ടിന്യൂസ് ഫേസ് ആണ്. ഉടനെ തന്നെ അതിന് ഡയറക്റ്റ് സ്പേം ആയിട്ട് മാറാണ് ചെയ്യാം. ഇമ്മച്ചുർ ആയിട്ടുള്ള മെയിൽ ജേം സെൽ സ്പെർമാറ്റോഗോണിയ ഇറ്റ് അണ്ടർഗോ മൈറ്റോസിസ് പിന്നെ മിയോസിസിനൊക്കെ വിധേയമായിട്ടാണ് എന്താകുന്നത്? ഒരു മെച്ചുർ ആയിട്ടുള്ള സ്പേം ആവുന്നത്. സ്പേമിന്റെ വേറെ പേരല്ലേ സ്പെർമാറ്റോസോവ. ഈ എൻറ്റയർ പ്രോസസ്സിനെ വിളിക്കുന്ന പേരാണ് സ്പെർമാറ്റോജെനസിസ് അല്ലേ? അവിടെ FSH ഗൊണാഡോട്രോപ്പിൻസ് ഹോർമോണിന്റെ ആക്ഷൻസും കാര്യങ്ങളൊക്കെ നടക്കുന്നില്ലേ? സോ സ്പേം ഫോർമേഷൻ ബിഗിൻ ആവുന്നത് ഏത് സമയത്താണെന്ന് എന്റെ മക്കൾ മനസ്സിലാക്കണം. ഇറ്റ് ബിഗിൻസ് ഡ്യൂറിങ് പ്യൂബർട്ടി ആണ്. അവരെന്താണ് ആ പ്യൂബർട്ടിന്റെ സമയത്ത് LHFSHന്റെ ആക്ഷൻ അവിടെ നല്ലോണം നടക്കുന്നില്ലേ? സോ ആ സമയത്ത് സ്പെർമാറ്റോഗോണിയ സെൽസ് ഇറ്റ്സ് അണ്ടർഗോ മൈറ്റോട്ടിക് ഡിവിഷൻ. ഇക്വേഷണൽ ഡിവിഷൻ ആണോ? റിഡക്ഷൻ ഡിവിഷൻ ആണോ? കുറയുന്നുണ്ടോ? ഇല്ല. ക്രോമസോം നമ്പർ കുറയോ? ഇല്ല. ദാറ്റ് ഈസ് ഇക്വേഷണൽ ഡിവിഷൻ ആണ്. സോ സ്പെർമാറ്റോഗോണിയ സെൽസ് അണ്ടർഗോ മൈറ്റോസിസ് ആൻഡ് ഫോം. ഇതിങ്ങനെ ഡിവൈഡ് ചെയ്ത് എഗൻ അല്ലെ മൈറ്റോസിസ് അല്ലേ? അപ്പൊ അവര് സൈറ്റോപ്ലാസ്മിക് സ്പേസ് അവിടെ മെയിൻ ആയിട്ട് ന്യൂക്ലിയസ് അല്ല, ന്യൂക്ലിയർ ഡിവിഷൻസ് കാര്യങ്ങളൊന്നും സംഭവിക്കുന്നില്ല. അവിടെ സെയിം ക്രോമസോം നമ്പർ നിലനിർത്തുന്നു. സോ മൈറ്റോട്ടിക് ഡിവിഷനിലൂടെ സ്പെർമാറ്റോഗോണിയ സെൽസ് കംപ്ലീറ്റ് പ്രൈമറി സ്പെർമാറ്റോസൈറ്റ് ആയിട്ട് മാറുന്നത് എന്താണ്? പ്രൈമറി സ്പെർമാറ്റോസൈറ്റ്. മൈറ്റോസിസ് ആയതുകൊണ്ട് പ്രൈമറി സ്പെർമാറ്റോസൈറ്റും എന്താണ്? ഡിപ്ലോയിഡ് അല്ലേ? അങ്ങനെ അതിൽ ചില പ്രൈമറി സ്പെർമാറ്റോസൈറ്റുകൾ ഉടനെ തന്നെ അവർ എന്തിന് വിധേയമാകുന്നു? മിയോസിസ് 1 വിധേയമാകുന്നു. ചില പ്രൈമറി സ്പെർമാറ്റോസൈറ്റുകൾ അതിന് മിയോസിസ് 1 വിധേയമാകുന്നു. മിയോസിസ് 1 എന്ന് വെച്ചാൽ റിഡക്ഷൻ ഡിവിഷൻ അല്ലേ? സോ പ്രൈമറി സ്പെർമാറ്റോസൈറ്റ് മിയോസിസ് 1 വിധേയമായാൽ അവർ സെക്കൻഡറി സ്പെർമാറ്റോസൈറ്റ് ആയിട്ട് മാറുന്നു. സോ മിയോസിസ് ആയതുകൊണ്ട് സെക്കൻഡറി സ്പെർമാറ്റോസൈറ്റ് ഹാപ്ലോയിഡ് ആയിരിക്കൂലേ? അപ്പൊ പ്രൈമറി സ്പെർമാറ്റോസൈറ്റ് സെക്കൻഡറി സ്പെർമാറ്റോസൈറ്റ് ആയിട്ട് മാറി. ഈ സെക്കൻഡറി സ്പെർമാറ്റോസൈറ്റ് ഉടനെ തന്നെ അവര് മിയോസിസ് 2 വിധേയമാകുന്നു. എന്താ മിയോസിസ് 2? മിയോട്ടിക് ഡിവിഷൻ, സെക്കൻഡ് മിയോട്ടിക് ഡിവിഷൻ ഇറ്റ് ഈസ് ഈക്വൽ ടു മൈറ്റോസിസ് അല്ലേ? ഏകദേശം. ദാറ്റ് ഈസ് ഇക്വേഷണൽ ഡിവിഷൻ ആണ്. ഈ സെക്കൻഡറി സ്പെർമാറ്റോസൈറ്റ് നിന്ന് 2 സ്പെർമാറ്റിഡും ഈ സെക്കൻഡറി സ്പെർമാറ്റോസൈറ്റ് നിന്ന് 2 സ്പെർമാറ്റിഡും ഉണ്ടായിട്ട് മാറുന്നു. സോ 4 സ്പെർമാറ്റിഡ് ഉണ്ടായി. ചുരുക്കി പറഞ്ഞാൽ ഒരു പ്രൈമറി സ്പെർമാറ്റോസൈറ്റ് നിന്ന് എത്ര സ്പെർമാറ്റിഡ് ഉണ്ടായി? 4 സ്പെർമാറ്റിഡ് ഉണ്ടായില്ലേ? അങ്ങനെയാണ് ഈ സ്പെർമാറ്റിഡ്. അപ്പൊ സ്പെർമാറ്റിഡും എന്താണ്? ഹാപ്ലോയിഡ് അല്ലേ? കാരണം മിയോസിസ് 2 മൈറ്റോസിസിനെ പോലെയല്ലേ? ഇക്വേഷണൽ ഡിവിഷൻ അല്ലേ? സോ ഹാപ്ലോയിഡ് ആണ്. അതൊക്കെ ഹാപ്ലോയിഡ്. ഓക്കെ അല്ലേ? ഇനി ഈ സ്പെർമാറ്റിഡിലേക്ക് ആ സമയത്ത് FSH എന്ന് പറഞ്ഞ ഹോർമോൺ ടെസ്റ്റിസിലേക്ക് റിലീസ് ചെയ്ത് കഴിഞ്ഞാൽ അവർ സെർട്ടോളി സെൽസിൽ ബൈൻഡ് ചെയ്യും. അങ്ങനെ സെർട്ടോളി സെൽസ് സർട്ടൻ ഫാക്ടേഴ്സിനെ റിലീസ് ചെയ്യും. അങ്ങനെ ഇറ്റ് അണ്ടർഗോ ഡിഫറൻസിയേഷൻ. സ്പെർമാറ്റിഡ് സ്ട്രക്ചർ ഡിഫറൻസിയേഷന് വിധേയമായിട്ട് സ്പേം ആയിട്ട് മാറും. സ്പേം എന്നുള്ള സ്ട്രക്ചർ ആയിട്ട് മാറുന്നു. ഇങ്ങനെയല്ലേ സ്പേം ഫോർമേഷൻ നടക്കുന്നത്? സോ സ്പേം ഒക്കെ എന്താണ്? ഹാപ്ലോയിഡ് ആണോ ഡിപ്ലോയിഡ് ആണോ? സ്പെർമാറ്റിഡ് ഉണ്ടാവുന്നല്ലേ? സ്പെർമാറ്റിഡ് ഹാപ്ലോയിഡ് അല്ലേ? സോ സ്പേം ഹാപ്ലോയിഡ് ആണ്, ഗാമറ്റ് ഹാപ്ലോയിഡ് ആണ്. സോ ഇമ്മച്ചുർ ജേം സെൽ എന്താണ്? ഡിപ്ലോയിഡ് ആണ്. ഓക്കെ അല്ലേ? ഇതല്ലേ സ്പെർമാറ്റോജെനസിസ്? എന്റെ മക്കൾ മനസ്സിലാക്കണം. ഈ എൻറ്റയർ പ്രോസസ്സിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? സ്പെർമാറ്റോജെനസിസ് എന്ന് വിളിക്കാം. അവസാനം സ്പെർമാറ്റിഡ് സെർട്ടോളി ഫാക്ടേഴ്സ് FSH റിലീസ് ചെയ്യുമ്പോൾ സെർട്ടോളി സെൽസ് സർട്ടൻ ഫാക്ടേഴ്സ് റിലീസ് ചെയ്യുമ്പോൾ FSH സെർട്ടോളി സെൽസിലേക്ക് കണക്ട് ചെയ്യുക. FSH S ഫോർ സെർട്ടോളിയിലേക്ക് കണക്ട് ചെയ്യാം. LH ആണെങ്കിൽ L ലേഡിക് സെല്ലാണ് മെയിൽ, L കണക്ട് ചെയ്യാം. അപ്പൊ സെർട്ടോളി സെൽസ് സർട്ടൻ ഫാക്ടേഴ്സ് റിലീസ് ചെയ്യുമ്പോൾ ഈ സ്പെർമാറ്റിഡ് സ്പേം ആയിട്ട് മാറുന്നില്ലേ? ഈ പ്രോസസ്സിന്, ഈ ലാസ്റ്റ് പ്രോസസ്സിനെ നമ്മൾ സ്പെർമിയോജെനസിസ് എന്നാണ് വിളിക്കുക.
മനസ്സിലായോ? അങ്ങനെ സെർട്ടോളി സെൽസിലേക്ക് സ്പെർമാറ്റോയിഡ് ഇങ്ങനെ ഒട്ടിപ്പിടിച്ചിട്ടുണ്ടാവുക. മനസ്സിലായോ? അങ്ങനെ ഈ സ്പേം സെമിനിഫറസ് ട്യൂബ്യൂൾസിന്റെ ക്യാവിറ്റിയിലേക്ക് അല്ലെ റിലീസ് ചെയ്യും. ആ സെമിനിഫറസ് ട്യൂബ്യൂൾസിന്റെ ക്യാവിറ്റീസിലേക്ക് പിന്നീട് ഇവിടുന്ന് റിലീസ് ചെയ്യുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ സ്പെർമിയേഷൻ എന്ന് വിളിക്കുക. NCERT കൊടുത്തത് ഫ്രം ദ സെമിനിഫറസ് ട്യൂബ്യൂൾസ് ആണ്. സെമിനിഫറസ് ട്യൂബ്യൂളിൽ നിന്നും സ്പേം റിലീസ് ചെയ്യുന്ന പ്രോസസ്സിനെയാണ് സ്പെർമിയേഷൻ എന്ന് വിളിക്കുക. അത് ആക്ച്വലി സെമിനിഫറസ് ട്യൂബ്യൂൾ ലൈൻ ക്യാവിറ്റിയിലേക്ക് സെർട്ടോളി സെൽസിൽ നിന്ന് സ്പേം വിട്ടു പോകുന്നുണ്ട്. ആ പ്രോസസ്സിനെയാണ് നമ്മൾ ശരിക്കും സ്പെർമിയേഷൻ എന്ന് വിളിക്കുക. ആ ബേസിസ് NCERT ഫ്രം ദാന്നാ കൊടുത്തത്. അതൊരു കൺഫ്യൂഷൻ ക്വസ്റ്റ്യൻ ആയിരുന്നു. അത് തെറ്റല്ല. നമുക്ക് ആ ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്യാനുണ്ട്, വൈക്ക് നമുക്ക് വരാനുണ്ട്. അത് എത്തുന്ന സമയത്ത് എന്താണെന്നുള്ളത് ഞാൻ പഠിപ്പിച്ചു തരാം കേട്ടോ. സോ സ്പെർമാറ്റോജനസിസ് എന്താണെന്ന് മനസ്സിലായില്ലേ? പക്ഷെ ഈ ക്വസ്റ്റ്യന് നമ്മൾ ആൻസർ പറയണമെങ്കിൽ നമുക്കിവിടെ ഏത് പാർട്ടും കൂടി ഡിസ്കസ് ചെയ്യണം? oogenesis കൂടി നമുക്ക് ഡിസ്കസ് ചെയ്യണം. ഓക്കെ, oogenesisന് ട്രൂ അല്ലാത്ത സ്റ്റേറ്റ്മെന്റ് ഏതാണെന്നല്ലേ ഇവിടെ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്. സോ എന്റെ മക്കൾ നോക്കിക്കേ, ഫീമെയിലുള്ള ഇമ്മച്വർ ജേം സെൽ നമ്മൾ ഊഗോണിയ എന്ന് വിളിക്കുക. ഇവിടെ സ്പെർമാറ്റോഗോണി അല്ലേ, അപ്പൊ ഇവിടെ ഊഗോണിയാണ്. സോ എന്റെ മക്കൾ പറ, എടാ ഞാൻ ഇവിടെ ബ്ലാക്ക് എടുക്കാം, എന്നാലും ഇതിനുള്ളിൽ കാണുള്ളൂ. ഊഗോണിയ സെൽസ് അപ്പൊ ഡിപ്ലോയിഡ് അല്ലേ? ഇവരെ പ്രത്യേകത ഫീറ്റൽ ലൈഫിലെ ബിഗിൻ ആവും. oogenesis എംബ്രിയോണിക് ഡെവലപ്മെന്റ് ഫീറ്റൽ ലൈഫിൽ തുടങ്ങും. സ്പെർമാറ്റോജനസിസ് പ്യൂബർട്ടിന്റെ സമയത്താണെങ്കിൽ ഇത് ഫീറ്റൽ ലൈഫിലെ തുടങ്ങുന്നുണ്ട്. ഓവറിക്കുള്ളില് അവരെ ഊഗോണിയ സെൽസ് എന്തിന് വിധേയമാകുന്നുണ്ട്? അതായത് കുഞ്ഞ് ജനിക്കുന്നതിന്റെ മുന്നേ ഫീറ്റൽ ലൈഫിൽ തന്നെ ആ കുഞ്ഞ് പെൺകുട്ടിയാണെങ്കിൽ ഓവറിക്കുള്ളിൽ ഫോളിക്കിൾസ് കാണുന്നുണ്ട്. അതായത് ആ ഊഗോണിയ സെൽസ് എന്തിന് വിധേയമാകും? മൈറ്റോസിസിന് വിധേയമായിട്ട് പ്രൈമറി ഊസൈറ്റ് ആയിട്ട് മാറുന്നുണ്ട്. ഒരിക്കലും ഒരു ഊസൈറ്റ് രൂപത്തിൽ നിൽക്കില്ല, നമുക്കറിയാം. അത് ഫോളിക്കിൾ രൂപത്തിലേ കാണപ്പെടുള്ളൂ. പ്രൈമറി ഫോളിക്കിൾ സിംഗുലർ ഓഫ് ഗ്രാനുലോസ സെൽസ് ഉണ്ടാവും. അതേ ഫീറ്റൽ ലൈഫിൽ തന്നെ ചില പ്രൈമറി ഊസൈറ്റ് മൈറ്റോസിസിനല്ലേ വിധേയമായത്. സോ പ്രൈമറി ഊസൈറ്റും ഡിപ്ലോയിഡ് അല്ലേ? അപ്പൊ കുഞ്ഞ് ജനിക്കുന്നതിന്റെ മുന്നേ ഓവറിൽ പ്രൈമറി ഊസൈറ്റ് ഉണ്ട്. ആ പ്രൈമറി ഊസൈറ്റ് മിയോസിസ് 1ലേക്കും പ്രവേശിക്കും ജനിക്കുന്നതിന്റെ മുന്നേ. പക്ഷെ പ്രോഫേസ് 1 എന്ന് പറഞ്ഞ ഫേസിൽ അറസ്റ്റ് ചെയ്ത് നിൽക്കും. പ്രോഫേസ് 1ൽ അറസ്റ്റ് ചെയ്ത് നിൽക്കും, മിയോസിസ് 1 കംപ്ലീറ്റ് ആവില്ല. സോ അതുകൊണ്ട് കുഞ്ഞുവാവ ജനിക്കും ഓവറിൽ അപ്പൊ എന്താ ഉണ്ടാവുക? പ്രൈമറി യൂസൈറ്റ്. അത് ഫോളിക്കൽ രൂപത്തിലാണ്, പ്രൈമറി ഫോളിക്കൽ രൂപത്തിൽ ഉണ്ടാവും. അത് മിയോസിസ് 1ലേക്ക് എൻ്റർ ചെയ്തിട്ടുണ്ടാവും, അത് കംപ്ലീറ്റ് ആയിട്ടുണ്ടാവില്ല. ഇനി എപ്പോഴാണ് മിയോസിസ് 1 കംപ്ലീറ്റ് ആവുക? ആ കുഞ്ഞ് ജനിച്ച് ചൈൽഡ്ഹുഡ് ഒക്കെ കടന്നുപോയി പ്യൂബർട്ടി അറ്റൈൻ ചെയ്യില്ലേ? പ്യൂബർട്ടി അറ്റൈൻ ചെയ്യുന്ന സമയത്താണ് ആ മിയോസിസ് 1 കംപ്ലീറ്റ് ആവുക. അങ്ങനെ പ്രൈമറി ഊസൈറ്റ് മിയോസിസ് 1ന് വിധേയമായിട്ട് ആ ഡിപ്ലോയിഡ് ആയിട്ടുള്ള ആള് ഒരു കുഞ്ഞു സൈറ്റോപ്ലാസ്മിക് സ്പേസ് ഉള്ള ഫസ്റ്റ് പോളാർ ബോഡിയും വലിയ സൈറ്റോപ്ലാസ്മിക് സ്പേസ് ഉള്ള ഒരു സെക്കൻഡറി ഊസൈറ്റും ഉണ്ടാവും. അപ്പൊ ഓരോ പെൺകുട്ടിയിലും ആർത്തവം ബ്ലീഡിംഗ് ഫേസിൽ അല്ലേ, ആ ബ്ലീഡിംഗ് ഫേസ് തുടങ്ങിയിട്ട് 14ാമത്തെ ദിവസം ഓവുലേഷൻ ഡേ അല്ലേ, 14ാമത്തെ ദിവസം. അപ്പം ആ ഗ്രാഫിയൻ ഫോളിക്കൽ റപ്ചർ ആയിട്ട് പുറത്തേക്ക് വരുന്ന സാധനത്തിന്റെ പേരെന്താ? സെക്കൻഡറി യൂസൈറ്റ് ആണ്. സെക്കൻഡറി യൂസൈറ്റ് ആണ് അല്ലെ? ഗ്രാഫിയൻ ഫോളിക്കൽ റപ്ചർ ആകുമ്പോൾ പുറത്തേക്ക് സെക്കൻഡറി യൂസൈറ്റ് ആണ് വരെ, ഓവമല്ല. എപ്പോഴാണ് അതിനെ ഓവം എന്ന് വിളിക്കുക? അപ്പൊ സെക്കൻഡറി യൂസൈറ്റ് ആണ് പുറത്തേക്ക് വരുന്നത്. ആ പെൺകുട്ടി അഡൽട്ട് റീപ്രൊഡക്റ്റീവ് ലൈഫ്, അതായത് റീപ്രൊഡക്റ്റീവ് ലൈഫിലേക്ക് എൻ്റർ ചെയ്താൽ ആ സ്പേം സെക്കൻഡറി യൂസൈറ്റിന്റെ മെമ്പറൈൻ ആയിട്ടുള്ള സോണ പെലുസിൽ വന്ന് തട്ടുന്ന നിമിഷമാണ് മിയോസിസ് 2 കംപ്ലീറ്റ് ആവുന്നത്. അങ്ങനെ സെക്കൻഡ് പോളാർ ബോഡിയും ഓവവുമായിട്ട് മാറും. ഇതും ഹാപ്ലോയിഡ് ആണ്. അപ്പം എന്നിട്ട് സ്പേം ഉള്ളിലേക്ക് എത്തുമ്പോൾ അവിടെ ഓവം ആ സമയത്ത് ഉണ്ടാവും, അതുമായിട്ട് കൂടിച്ചേരുന്നു, ഫെർട്ടിലൈസേഷൻ നടക്കുന്നു, സൈഗോട്ട് ഫോം ചെയ്യുന്നു. സോ ഒരു ആണിൻ്റെത് പ്യൂബർട്ടിന്റെ സമയത്താണ് ഇവരത് ഫീറ്റൽ ലൈഫിലെ തുടങ്ങുന്നില്ലേ? ഇവരത് കണ്ടിന്യൂസ് ഫേസ് ആണ്. പക്ഷെ ഇവരത് ഓരോന്നും ഓരോ സമയത്താണ് കംപ്ലീറ്റ് ആവുന്നത്. സോ ഡിസ്കണ്ടിന്യൂസ് ഫേസ് ആണ്. ഇവിടെ ഒരു പ്രൈമറി സ്പെർമാറ്റോസൈറ്റിൽ നിന്ന് 4 സ്പേം അല്ലേ? ഇവിടെ ഒരു പ്രൈമറി ഊസൈറ്റിൽ നിന്ന് 1 ഓവമാണ് ഉണ്ടാവുന്നത്. അപ്പൊ ഇതൊക്കെ വ്യത്യാസമല്ലേ? സോ സ്പെർമാറ്റോജനസിന് ട്രൂ ആവണം, ഊജനസിന് ട്രൂ ആവരുത്. അതല്ലേടാ നമ്മുടെ ചോദ്യം. സോ നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഓക്കെ, ഇറ്റ് റിസൾട്ട്സ് ഇൻ ഫോർമേഷൻ ഓഫ് ഹാപ്ലോയിഡ് ഗാമെറ്റ്സ്. അത് രണ്ടാൾക്കും ഹാപ്ലോയിഡ് ഗാമെറ്റ് അല്ലേ? രണ്ടാൾക്കും ഹാപ്ലോയിഡ് ഗാമെറ്റ് അല്ലേ? ക്വസ്റ്റ്യൻ എന്താണ്? സ്പേം ഫോർമേഷനെ ട്രൂ ആവാൻ പറ്റുള്ളൂ. പക്ഷേ ഇത് രണ്ടാൾക്കും ട്രൂ ആണ്. അതുകൊണ്ട് അത് ശരിയായിട്ട് നമുക്ക് പറയാൻ പറ്റൂല. ഞാൻ കുറച്ച് സൂം ചെയ്യാം കേട്ടോ. എന്താണ് രണ്ടാമത്തെ ഓപ്ഷൻ? ഡിഫറൻസിയേഷൻ ഓഫ് ഗാമെറ്റ് ഒക്കേഴ്സ് ആഫ്റ്റർ കംപ്ലീഷൻ ഓഫ് മിയോസിസ്. കാരണം സ്പെർമാറ്റോജനസിൽ ഡിഫറൻസിയേഷൻ നടക്കുന്നില്ലേ? മിയോസിസ് നോക്കി ഡിഫറൻസിയേഷൻ നടക്കുന്ന, പക്ഷേ ഇവരിൽ അങ്ങനെ ഉണ്ടോ? സോ ഇറ്റ് ഈസ് ട്രൂ ഫോർ സ്പെർമാറ്റോജനസിസ് അല്ലേ? അത് ഊജനസിന് ട്രൂ അല്ല. സോ അത് നമുക്ക് ആൻസർ ആയിട്ട് സെലക്ട് ചെയ്യാൻ പറ്റും. ഇനി എന്താണ് അടുത്ത സ്റ്റേറ്റ്മെന്റ്? മിയോസിസ് ഒക്കേഴ്സ് കണ്ടിന്യൂസ്ലി ഇൻ എ മൈറ്റോട്ടിക്കലി ഡിവൈഡിംഗ് സ്റ്റെം സെൽ പോപ്പുലേഷൻ. എടാ മിയോസിസ് കണ്ടിന്യൂസ് ആയിട്ട് നടക്കുന്നു. സ്പെർമാറ്റോജനസിസിൽ കറക്റ്റ് ആണ്. ഊജനസിസിൽ കണ്ടിന്യൂസ് ആണ്, ഡിസ്കണ്ടിന്യൂസ് ഓരോ സമയത്ത് അറസ്റ്റ് ചെയ്ത് നിൽക്കുന്നില്ലേ? സോ ഇത് സ്പെർമാറ്റോജനസിന് മാത്രം കറക്റ്റ് ആണ് കണ്ടിന്യൂസ് പറയുമ്പോൾ. സോ ബിയും സിയും വരണം. ഓക്കെ അല്ലേ? സോ നെക്സ്റ്റ്, ഇറ്റ് ഈസ് കൺട്രോൾഡ് ബൈ LH ആൻഡ് FSH ഇൻ ആന്റീരിയർ പിറ്റ്യൂട്ടറി. എടാ LH ഉം FSH ഉം രണ്ടാൾക്കും ഉണ്ട്. ഊജനസിസിനും ഉണ്ട്, സ്പെർമാറ്റോജനസിസിനും ഉണ്ട്. സ്പെർമാറ്റോജനസിസിന് മാത്രമല്ല. പക്ഷെ നമുക്ക് സ്റ്റേറ്റ്മെന്റ് സ്പെർമാറ്റോജനസിന് മാത്രം ട്രൂ ആവണ്ടേ? സോ അത് എല്ലാം തെറ്റാണ്. ഇറ്റ് ഈസ് ഇനീഷ്യേറ്റഡ് അറ്റ് പ്യൂബർട്ടി. സ്പെർമാറ്റോജനസിസ് പ്യൂബർട്ടിക്ക്
അല്ലെ? oogenesis puberty ആണോ? അത് ഫീറ്റൽ ലൈഫിലെ തുടങ്ങുന്നില്ലേ? സോ puberty എന്ന് പറയുമ്പോൾ സ്പെർമാറ്റോജനസിന് മാത്രമാണ്. സോ ഏതൊക്കെയാണ് സ്റ്റേറ്റ്മെന്റ്? ബിയും സിയും ഇയും കറക്റ്റ് ആണ്. അങ്ങനെ ഓപ്ഷൻ ഉണ്ടോ നിങ്ങൾ നോക്കൂ. BCE ഓൺലി എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ടല്ലോ, ഇല്ലേ? ദാറ്റ് ഈസ് ഓപ്ഷൻ എ ഇസ് റൈറ്റ് ആൻസർ. സോ കോൺസെപ്റ്റൽ ക്വസ്റ്റ്യൻ ആണ്. നമ്മൾ വളരെ എളുപ്പത്തിൽ ഇതിന്റെ തിയറി പറഞ്ഞുകൊണ്ട് നമ്മൾ ക്രാക്ക് ചെയ്തെടുത്തു. സോ ഈ ഒരു ഒറ്റ തിയറിയിൽ നിന്നും മറ്റുള്ള ഒരു 3-4 ക്വസ്റ്റ്യൻസ് കൂടെ നമുക്ക് ഈ സെഷനിൽ ചെയ്തെടുത്തുവിടാ. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സെഷൻസ് ആണ് കേട്ടോ. നിങ്ങൾക്ക് ഡൗട്ട് ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ കമന്റിൽ അറിയിക്കടാ. ഓക്കെ, ഏത് ടോപ്പിക് ആണെങ്കിലും പറഞ്ഞു സുവോളജിയില് നമുക്ക് ശരിയാക്കാം. ഓക്കെ, സോ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഇത് 2022 ചോദിച്ചതാണ്. അറ്റ് വിച്ച് സ്റ്റേജ് ഓഫ് ലൈഫ് ദ oogenesis പ്രോസസ് ഈസ് ഇനിഷ്യേറ്റഡ്? oogenesis പ്രോസസ് എപ്പോഴാണ് ഇനിഷ്യേറ്റ് ചെയ്യുന്നത്? ഫീറ്റൽ ലൈഫ് എംബ്രിയോണിക് സ്റ്റേജിലെ തുടങ്ങുന്നുണ്ട്. സ്പെർമാറ്റോജനസിസ് ആണ് പ്യൂബർട്ടി എന്നല്ലേ പറഞ്ഞേ? സോ ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. നീറ്റ് എക്സാമിന് നമുക്ക് 1, 2, 3, 4 എന്നുള്ള ഓപ്ഷൻ ആണ് ഉണ്ടാവുക. ഇത് ഞാനിവിടെ ജസ്റ്റ് ടൈപ്പ് ചെയ്തുകൊണ്ട് ABCD കൊടുത്തതാണ് കേട്ടോ. ഓക്കെ, അതിൽ കാര്യമില്ല. സോ നെക്സ്റ്റ് 2022 ചോദിച്ചു. ഇത് ഭയങ്കര വിവാദമായിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ആക്ച്വലി നിങ്ങൾ മനസ്സിലാക്കണം. The release of sperm into seminiferous tubule is called spermiation. പല ആൾക്കാരും പറഞ്ഞു NCERT കൊടുത്തത് ഫ്രം ദ സെമിനിഫറസ് ട്യൂബ്യൂളിൽ നിന്നും ഫ്രം ദ NCERT കൊടുത്തത് ഫ്രം ദ സെമിനിഫറസ് ട്യൂബ്യൂൾസ്. അപ്പൊ ഇൻറ്റു എന്ന് പറയുമ്പോൾ തെറ്റല്ലേന്ന്. ശരിക്കും സ്പെർമിയേഷൻ എന്ന് വെച്ചാൽ എന്താണ്? സ്പെർമാറ്റിഡ് സെസ്ട്രോളി സെൽസിന്റെ മുകളിൽ ഒട്ടിപ്പിടിച്ച് ന്യൂട്രീഷൻസ് കിട്ടാൻ വേണ്ടിയിട്ട് ആ സ്പേം സെമിനിഫറസ് ട്യൂബ്യൂളിന്റെ ക്യാവിറ്റിയിലേക്ക് റിലീസ് ചെയ്യുന്ന പ്രോസസ്സാണ് ഇൻറ്റു സെമിനിഫറസ് ട്യൂബ്യൂൾ. ആ ക്യാവിറ്റിയിലേക്ക് റിലീസ് ചെയ്യുന്ന പ്രോസസ്സിനെയാണ് സ്പെർമിയേഷൻ എന്ന് ശരിക്കും വിളിക്കുക. സോ ആ സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആണ്. സ്റ്റേറ്റ്മെന്റ് 2 ആണ് ഞാൻ ടിക്ക് ചെയ്തത്. ഈ സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആണ്. എന്താ 2? സ്പെർമിയോജനസിസ് ഈസ് ദ പ്രോസസ് ഓഫ് ഫോർമേഷൻ ഓഫ് സ്പേം ഫ്രം സ്പെർമാറ്റോഗോണിയ. എടാ, സ്പെർമാറ്റോഗോണിയ എന്ന് സ്പേം ഉണ്ടാവുന്ന എൻറ്റയർ പ്രോസസ്സിനെ സ്പെർമാറ്റോജനസിസ് എന്നാ വിളിക്കുക, സ്പെർമിയോജനസിസ് എന്നല്ല. സ്പെർമിയോജനസിസ് വെച്ചാൽ എന്താണ്? ഞാൻ പഠിപ്പിച്ച ലാസ്റ്റുള്ള സ്പെർമാറ്റിഡ് സ്പേം ആവുന്നതിനെയാണ് സ്പെർമിയോജനസിസ് എന്ന് വിളിക്കുക. സോ നമുക്ക് ഇവിടെ എന്ത് പറയാൻ പറ്റും? സ്റ്റേറ്റ്മെന്റ് 1 ഈസ് കറക്റ്റ്, ബട്ട് സ്റ്റേറ്റ്മെന്റ് 2 ഈസ് ഇൻകറക്റ്റ്. ദാറ്റ് ഈസ് ഓപ്ഷൻ ഡി. ഫോർത്ത് ഓപ്ഷൻ ആണ് നമുക്ക് ഇവിടെ റൈറ്റ് ആൻസർ ആയിട്ട് കൊടുക്കാൻ പറ്റുക. സെറ്റ് അല്ലേടാ? സോ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. 2020 കോവിഡ് കൊടുത്ത എന്താണ് അല്ലെ? ചില സമയത്ത് സംസ്ഥാനത്ത് അല്ലെ വേറെ എക്സാം അല്ലെ ആ എക്സാം ഡേറ്റ് നടത്താൻ പറ്റാത്തതുകൊണ്ട് വേറെ എക്സാം നടത്തിയിട്ടുണ്ട്. ആ പേപ്പറുള്ള ക്വസ്റ്റ്യൻ ആണ്. സെലക്ട് ദ കറക്റ്റ് ഓപ്ഷൻ ഹാപ്ലോയിഡ് സെൽസ് ഫ്രം ദ ഫോളോയിങ് ഗ്രൂപ്പ്സ്. തന്നിരിക്കുന്നതിൽ ഹാപ്ലോയിഡ് ഏതാന്നുള്ളതാണ് നമുക്ക് ആൻസർ ആയിട്ട് സെലക്ട് ചെയ്യുന്നത്. സെക്കൻഡറി സ്പെർമാറ്റോസൈറ്റ്. പ്രൈമറി മിയോസിസ് 1 നടന്നിട്ടല്ലേ സെക്കൻഡറി ഉണ്ടാവുന്നേ? സോ ഹാപ്ലോയിഡ് ആണ്. ഫസ്റ്റ് പോളാർ ബോഡി, സെക്കൻഡ് പോളാർ ബോഡീസ് ഒക്കെ ഹാപ്ലോയിഡ് ആണ്. ഓവം ഹാപ്ലോയിഡ് ആണ്. അപ്പൊ ആൻസർ ഏതാണെന്ന് കിട്ടി. ഹാപ്ലോയിഡ് സെൽസിൽ അതല്ലേ കളക്ട് ചെയ്യേണ്ടത്. ഇനി മറ്റുള്ള സ്റ്റേറ്റ്മെന്റ് തെറ്റാണ് നോക്കാം. സ്പെർമാറ്റോഗോണിയ ഡിപ്ലോയിഡ് ആണ്. പ്രൈമറി സ്പെർമാറ്റോസൈറ്റ് ഡിപ്ലോയിഡ് ആണ്. സ്പെർമാറ്റിഡ് ഹാപ്ലോയിഡ് ആണ്. അപ്പൊ ഡിപ്ലോയിഡ് ഉള്ളത് പറ്റൂല. പ്രൈമറി സ്പെർമാറ്റോസൈറ്റ് ഡിപ്ലോയിഡ് ആണ്. സെക്കൻഡറി സ്പെർമാറ്റോസൈറ്റ് ഹാപ്ലോയിഡ്. സെക്കൻഡറി ഹാപ്ലോയിഡ്. പക്ഷെ ഇതിലൊരു ഡിപ്ലോയിഡ് വന്നു, അതുകൊണ്ട് അത് ആൻസർ പറ്റൂല. പ്രൈമറി ഊസൈറ്റ് എന്താണ്? മൈറ്റോസിസ് നടന്നിട്ടല്ലേ, ദാറ്റ് ഈസ് ഡിപ്ലോയിഡ് ആണ്. സെക്കൻഡറി ഊസൈറ്റ് ഹാപ്ലോയിഡ് ആണ്. സ്പെർമാറ്റിഡ് ഹാപ്ലോയിഡ് ആണ്. പക്ഷെ ഒരു ഡിപ്ലോയിഡ് വന്നതുകൊണ്ട് പറ്റൂല. എല്ലാം ഹാപ്ലോയിഡ് സെൽസ് ഉള്ളത് ഏതാണ്? അപ്പം ദാറ്റ് ഈസ് ഓപ്ഷൻ 1 ഈസ് റൈറ്റ് ആൻസർ. എ ഈസ് റൈറ്റ് ആൻസർ. സെറ്റ് അല്ലേടാ? സെറ്റ് അല്ലേ? റെഡി അല്ലേ? സോ നമ്മള് 2018 ചോദിച്ച ഗാമറ്റോജനസിസ് ഭാഗത്തുള്ള ക്വസ്റ്റ്യനിലേക്ക് പോവാണ്. ദ ഡിഫറൻസ് ബിറ്റ്വീൻ സ്പെർമിയോജനസിസ് ആൻഡ് സ്പെർമിയേഷൻ. എടാ, സ്പെർമിയോജനസിസ് എന്ന് വെച്ചാൽ എന്താ? സ്പെർമാറ്റിഡ് സ്പേം ആവുക. എന്താണ് സ്പെർമിയേഷൻ എന്ന് വെച്ചാൽ? സെമിനിഫറസ് ട്യൂബ്യൂളിന്റെ ക്യാവിറ്റിയിലേക്ക് റിലീസ് ചെയ്യുക. അല്ലെങ്കിൽ NCERT വെച്ചിട്ട് പറയുകയാണെങ്കിൽ ഫ്രം ദ സെമിനിഫറസ് ട്യൂബ്യൂൾസ് ആണ് റിലീസ് ചെയ്യുന്നത്. അതും കൊടുക്കാൻ വേണമെങ്കിൽ അല്ലേ? സ്പെർമിയോജനസിസ് സ്പെർമാറ്റിഡ്സ് ആർ ഫോംഡ്. സ്പെർമിയോജനസിസിൽ സ്പേം ആണ് ഫോം ചെയ്യുന്നത്, സ്പെർമാറ്റിഡ് അല്ല. സ്പെർമാറ്റിഡ് സ്പേം ആണ്. ഇൻ സ്പെർമിയോജനസിസ് സ്പേം ആർ ഫോംഡ്. കറക്റ്റ് ആണ്. വൈൽ സ്പെർമിയേഷൻ സ്പെർമാറ്റിഡ് ഫോം ചെയ്യുന്ന സ്പെർമിയേഷൻ എന്ന് വിളിച്ചു. അത് റിലീസ് ചെയ്യുന്ന പ്രോസസ് അല്ലേ? സോ അതല്ല. ഇവിടെ ഡി എന്ന് എഴുതി കൊടുക്കണം കേട്ടോ. സ്പെർമിയോജനസിസ് സ്പെർമാറ്റോസോവ ഫ്രം സെർട്ടോളി സെൽസ് ആർ റിലീസ്ഡ് ഇൻ ടു ദ ക്യാവിറ്റി. എടാ, ക്യാവിറ്റിയിലേക്ക് റിലീസ് ചെയ്യുന്ന സ്പെർമിയേഷൻ ആണ്. അപ്പൊ അതല്ല. ഇൻ സ്പെർമിയോജനസിസ് സ്പെർമാറ്റോസോവ മീൻസ് സ്പേം ആർ ഫോംഡ്. കറക്റ്റ് ആണ്. സ്പെർമാറ്റിഡ് സ്പേം ഉണ്ടാവുന്ന പ്രോസസ് ആണ്. സ്പെർമിയേഷൻ എന്ന് വെച്ചാൽ സെമിനിഫറസ് ട്യൂബ്യൂളിന്റെ ക്യാവിറ്റിയിലേക്ക് റിലീസ് ചെയ്യുക സെർട്ടോളി സെൽസ് എന്ന്. അതാണ് ആക്ച്വലി സ്പെർമിയേഷൻ. NCERT കൊടുത്തു റിലീസ് ഫ്രം ദ സെമിനിഫറസ് ട്യൂബ്യൂൾസ്. NCERT സ്റ്റേറ്റ്മെന്റ് അങ്ങനെ കൊടുത്തത്, അത് നമ്മൾ ഫോളോ ചെയ്യണം കേട്ടോ. സോ നമുക്ക് ഇതിൽ റൈറ്റ് ആൻസർ ഏതാണ്? ദാറ്റ് ഈസ് ഓപ്ഷൻ 4 ഈസ് ദ റൈറ്റ് ആൻസർ. ഓക്കെ അല്ലേ? സോ നമ്മൾ ഒരൊറ്റ തിയറിയിൽ നിന്നും 4-5 പ്രീവിയസ് ക്വസ്റ്റ്യൻസ് നമുക്ക് ചെയ്യാൻ പറ്റിയില്ലേ? സോ ഇതുപോലെ ബുദ്ധിമുട്ടുള്ള ടോപ്പിക്സ് നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾ കമന്റിലൂടെ അറിയിക്കണം. സോ മാക്സിമം നിങ്ങളെ ഫ്രണ്ട്സിലേക്ക് കാര്യങ്ങളിലൊക്കെ ഷെയർ ചെയ്യുക. എല്ലാവരും പഠിക്കട്ടെ, നമുക്ക് ഒരുമിച്ച് മുന്നോട്ടേക്ക് പോവാം. സോ നിങ്ങൾ ഈ ടൈപ്പ് വീഡിയോസ് നിങ്ങൾക്ക് ഇനി കിട്ടണമെങ്കിൽ നിങ്ങൾ തികച്ചും നിങ്ങളെ സബ്സ്ക്രൈബ് ചെയ്യണം. അതുപോലെ നിങ്ങൾ ഫ്രണ്ട്സിലേക്കൊക്കെ മാക്സിമം ഷെയർ ചെയ്യുക. അടുത്ത സെഷനിൽ നമുക്ക് കാണാം. ഓൾ ദി ബെസ്റ്റ് മക്കൾസ്. നമുക്ക് ഒരുമിച്ച് ക്രാക്ക് ചെയ്തെടുക്കാം നമ്മളെ നീറ്റ് എക്സാം ഒക്കെ. ഓക്കെ, ഓൾ ദി ബെസ്റ്റ് മക്കൾസ്. ബൈ ബൈ.